നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞി. பாதி ஜீவன் கொண்டு தேகம் வாழ்ந்து வந்ததோ மேதி ஜீவன் என்னை பார்த்த போது வந்ததோ. ഭദ്ര പിടഞ്ഞെഴുന്നേറ്റു. ആ കണ്ണുകൾ തുറിച്ചു വന്നു, ചുണ്ടുകൾ വിതുമ്പി. അവരുടെ ഹൃദയം നീറിപ്പുകഞ്ഞു. കട്ടിൽ നിന്നും ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് കഥകൂർന്ന് പുറത്തേക്ക് ഇറങ്ങി. നേരെയായി കാണുന്ന വലിയ അഴികളുള്ള നീളം കിളിവാതിലിനടുത്തേക്ക് ഓടി ഭദ്ര. അവിടെ നിന്നും പുറത്തേക്ക് നോക്കി. വർഷങ്ങൾക്കിപ്പുറം തന്റെ പ്രിയപ്പെട്ടവന്റെ ശബ്ദം ദൂരെ നിന്ന് എവിടുന്നോ പോലെ ഒരിക്കൽ കൂടി കേട്ടിരിക്കുന്നു. എങ്ങും ഇരുട്ടാണ്. തണുത്ത കാറ്റും നേരിയ നിലാവെളിച്ചവും. ദൂരെ കാണുന്ന സർപ്പക്കാവിൽ ഒരിടത്ത് മാത്രം അല്പം നിലാവെളിച്ചം. ആ പാലമര ചൂട്ടിൽ അതെ അവിടെ നിൽക്കുന്നു. പാലമരത്തിൽ വലത് കൈവച്ച് ചാരിന്ന് തന്നെ നോക്കുന്നു. തൂവെള്ള ഷർട്ടും വെള്ളി കസവുമുണ്ട്. താൻ അവസാനമായി കണ്ടപ്പോൾ ധരിച്ചിരുന്ന ആ വേഷം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതെ, തന്റെ പ്രാണൻ. ഭദ്ര ഓടി. ആ ഇടനാഴിയിലൂടെ ഗോവണി ലക്ഷ്യമാക്കി ഓടി. വേഗത്തിൽ പടികളിറങ്ങി മുന്നിലെ വാതിൽ തുറന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങി. മുറ്റത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ നഗ്നമായ കാൽപാദങ്ങളിൽ എന്തൊക്കെയോ തറഞ്ഞു കയറും പോലെ തോന്നി ഭദ്രയ്ക്ക്. പക്ഷേ കല്ലിനോ മുള്ളിനോ തന്റെ പാദങ്ങൾ കേൾപ്പിക്കാൻ കഴിയുന്ന വേദനയേക്കാളേറെ ഭദ്രയുടെ ഹൃദയം കീറി മുറിഞ്ഞിരുന്നു. മുല്ലച്ചെടിയുടെയും നീലാംബരി ചെടിയുടെയും അടുത്തുകൂടി ഓടുമ്പോൾ ഒരു കൈക്കുമ്പിളോളം പൂക്കൾ ഭദ്രയുടെ മേൽ വീണിരുന്നു. കാവ് കടന്ന് ചെമ്പകച്ചോട്ടിലെത്തിയതും ദൂരെ കാണുന്ന പാലമര ചോട്ടിലേക്ക് ഒന്നുകൂടെ നോക്കി. ഇല്ല, അവിടെ ആരും തന്നെ ഇല്ല. നേരി നിന്റെ മുന്താണി കൊണ്ട് വായുപൊത്തി ഉറക്കെ കരഞ്ഞു ഭദ്ര. എവിടെ? എന്നെ കാണാതെ പോയോ? ഒരിക്കൽ കൂടി വരാമോ? എന്നെ കാണാതെ പോവല്ലേ? എന്നെ കൂടി കൊണ്ടുപോ, എന്നെ കൂടെ കൊണ്ടുപോ. വെറും നിലത്ത് മുട്ടുകുത്തിരുന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു ഭദ്ര. ഇത്രയും നാളുകൾക്കിപ്പുറം വന്നിട്ട് തന്നെ ഒന്ന് കാണാതെ, ഒരു വാക്ക് മിണ്ടാതെ തന്റെ പ്രിയപ്പെട്ടവൻ എവിടെയോ വീണ്ടും മറഞ്ഞു. ആ ശബ്ദം, ആ പാട്ടിന്റെ വരികൾ, തങ്ങളുടെ പ്രണയ നിമിഷത്തിൽ തന്റെ കാതുകളിൽ എപ്പോഴും പാടിത്തന്നിരുന്ന ആ പാട്ടല്ലേ താൻ കുറച്ചു മുമ്പ് കേട്ടത്. പിഴച്ച ഗർഭം വയറ്റിൽ പേറിയെന്ന് മുദ്രകുത്തി താൻ ഒറ്റമുറിയിൽ തളക്കപ്പെട്ടപ്പോൾ മറ്റേതോ മുറിയിൽ തന്നെ പോലെ തളക്കപ്പെട്ടവന്റെ ആ പാട്ട് മാത്രമായിരുന്നു തനിക്ക് ജീവശ്വാസം പകർന്നു തന്നത്. എന്നും കേട്ടിരുന്ന ആ പാട്ടിന്റെ താളത്തിലാണ് താൻ അന്ന് ഉറങ്ങിയിരുന്നത് പോലും. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ പിന്നീടത് കേൾക്കാതെയായി. ഭദ്രയുടെ കാതുകളിൽ ആ നനുത്ത ഇടറിയ സ്വരം ഓരോ ഓർമ്മയിലെന്ന പോലെ അലയടിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞേ. ഭദ്രയൊന്ന് തിരിഞ്ഞു നോക്കി. തുളസിയാണ് വല്ലാത്ത ഭയത്തോടെ വിളിക്കുന്നു. എന്താ ഭദ്ര കുഞ്ഞേ? വീണ്ടും പഴയ പോലെ തുടങ്ങിയ കുഞ്ഞേ, നീ എഴുന്നേറ്റ് വന്നേ. നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്ന ഭദ്രയെ തുളസി ഒരു പിടപ്പോടെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അല്ല, പഴയ പോലെ അല്ല തുളസി. ശരിക്കും ഞാൻ കേട്ടു, അല്ല കണ്ടു, വന്നു. എന്നെ കാണാൻ വന്നു, എന്നെ കൊണ്ടുപോകാൻ വന്നു തുളസി. തുളസി പോയിക്കോളൂ. തുളസി ഇവിടെ നിന്നാ എന്നെ കാണാൻ വരില്ല. ഭദ്രയ്ക്ക് തുളസിയെ തിരികെ അയക്കാൻ തിടുക്കമായി. ആ രാത്രിയുടെ ഭീകരതയും നിഴൽ പോലെ ദൂരെ കാണുന്ന പടുകൂറ്റൻ തറവാടൊന്നും തന്നെ ഭദ്രയെ ഭയപ്പെടുത്തിയില്ല. ഭദ്ര ആ പാലമരച്ചോട്ടിലേക്ക് നോക്കി ആവേശത്തോടെ പറയുകയാണ്. എന്ത് ഭ്രാന്താ കുഞ്ഞെ ഈ പറയണത്? ആരും വരില്ല. കുഞ്ഞ് എൻ്റെ ഒപ്പം വാ. ഇവിടെ ഈ അസമയത്ത് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടില്ലായിരുന്നെങ്കിലും. തുളസിയുടെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. ഇല്ല, തുളസി പൊക്കോ, പോവാൻ. ഭദ്ര അലറി. ഞാൻ കേട്ടാന്ന് പറഞ്ഞില്ലേ ആ പാട്ട്? തുളസിക്കറിയില്ലേ ആ പാട്ട്? ആദ്യം ഞാൻ മാത്രം കേട്ടിരുന്ന ആ പാട്ട് പിന്നീട് എല്ലാവരും കേട്ടതല്ലേ? തുളസിയെ ശകാരിച്ചു. പിന്നീട് വിതുമ്പിക്കറിഞ്ഞും ഭദ്ര വാശി പിടിച്ചു. ഞാനിപ്പോ കേട്ടു. അത് കേട്ടാ ഞാൻ ഉണർന്ന്. എന്നെ ഉണർത്തിയതാ എന്നെ കൊണ്ടുപോവാൻ. ഞാൻ പോവും. ഭദ്രക്കുഞ്ഞേ. തുളസി ഒച്ചയെടുത്തു. മതി, നിർത്തി ഈ ഭ്രാന്ത്. ആരും വരില്ല. അങ്ങനെ ആരുമില്ല ഇനി. പാതിരാത്രി കേൾക്കുന്ന അവസരങ്ങൾ തേടി ഇറങ്ങി ആപത്ത് വരുത്തി വെക്കണ്ട. പോകും പോലും. ആരുടെ കൂടെ പറ? ആരുടെ കൂടെ? എന്റെ നാഥന്റെ കൂടെ. ഭദ്ര ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് കാവിന്റെ കൂരിൽ തട്ടി പ്രതിധ്വനിച്ചു. സർപ്പക്കാവിന്റെ കർണപടങ്ങളെ ആരോ പൊത്തിപ്പിടിച്ചു. ചത്തു മണ്ണടിഞ്ഞു. അറിയില്ലേ? പാട്ടുപാടി പോലും. അന്ന് പാടിയതിന്റെ ശിക്ഷ കിട്ടിയല്ലോ. നാവ് നഷ്ടപ്പെട്ട അയാൾ എങ്ങനെ ഇനി പാടും? ഒരു കുട്ടി അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഒന്നും അറിയാതെ. ആ ഓർമ്മയിലിരിക്കട്ടെ. തുളസി പറയണമെന്ന് കരുതിയതല്ല, പക്ഷെ പറയാതെ വയ്യ. ഒരിക്കൽ കൂടി പഴയ ഭദ്രയിലേക്ക് ഇവൾ പോവാൻ പാടില്ല. അതായിരുന്നു അവരുടെ മനസ്സിൽ. ഭദ്ര തറഞ്ഞിരുന്നു പോയി. നാവ്, അതെ ശരിയാണ്. നീ ഒറ്റയ്ക്കല്ല. നിന്നെ പോലെ ഞാനും മറ്റൊരറിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതെ പറയും പോലെ രാത്രിയിൽ പാടിയിരുന്നവൻ ഒരു ദിവസം നിശബ്ദനായി. തന്റെ ഉയിരിന്റെ പാതിയുടെ നാവ് പോലും അവർ. ഇരുകൈകളും തലയിൽ തല്ലി ഭദ്ര അലറിക്കരഞ്ഞു. കുഞ്ഞേ. തുളസി ഭദ്രയെ മാറോടണച്ചു. ആ രാത്രിയുടെ മൂന്നാം യാമക്കാറ്റിൽ ഭദ്രയുടെ എങ്ങലടിയൊച്ച പുറലോകമറിയാതെ സർപ്പക്കാവ് പൊതിഞ്ഞു പിടിച്ചു.
2 ദിവസങ്ങൾ കൂടി കടന്നുപോയി. പൂജ തുടങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞു. 3 ദിവസം രാവും പകലും നീണ്ടു നിൽക്കുന്ന പൂജ. പൂജ കയറിയ അനിരുദ്ധൻ വലിയ നമ്പൂരിപ്പാടിനെയും പരിവാരങ്ങളെയും തറവാട്ടിലാരും പിന്നീട് കണ്ടില്ല. കുളത്തിനപ്പുറമുള്ള വാതിൽക്കൽ ശശിധരൻ ഭക്ഷണം കൊണ്ടുവയ്ക്കും. അത് കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും അയാൾ അവിടെ നിൽക്കില്ല. അകത്തുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ള സൂചന പോലും ഉണ്ടായിരുന്നില്ല. തറവാട്ടിൽ ഇപ്പോൾ എപ്പോഴും ആളനക്കമാണ്. രാത്രി തങ്ങാത്തവർ പോലും വലിയ നമ്പൂതിരിയുടെ ധൈര്യത്തിൽ തറവാട് ഭരിച്ചുകൊണ്ട് വിലസുന്നു. ശശിധരൻ നായർ, കൽപ്പന, ദത്തൻ, മുകുന്ദൻ, ചിലപ്പോഴൊക്കെ ലാവണിയും മായയും ഉണ്ടാവും. മുകുന്ദനുള്ളതുകൊണ്ട് തന്നെ നീലാംബരി പുറത്തിറങ്ങാതെയായി. എല്ലാ കൊല്ലവും ആ താമരക്കുളം കാണാനുള്ള കൊതിമൂത്ത് ആരും കാണാതെ പോയൊരു നോക്ക് കാണാറുണ്ടവൾ. പക്ഷെ ഇപ്രാവശ്യം എന്തോ അതിനവൾ മെനക്കെട്ടില്ല. ഏലസ് നഷ്ടപ്പെട്ടു എന്ന് കളവ് പറയുമ്പോൾ എന്താവും ഉണ്ടാവുക? തല്ലുമായിരിക്കും. തല്ലിക്കോട്ടെ, ശീലമില്ലാത്തൊന്നും അല്ലല്ലോ. അവൾ മനസ്സിലായി ഓർത്തുകൊണ്ട് തന്റെ മുറിയിൽ കഴിച്ചു കൂട്ടി. കാവിൽ വിളക്കുകൊളുത്തി തിരികെ മുറിയിലെത്തിയപ്പോൾ ഭദ്രയൊന്ന് ഞെട്ടി. പൂട്ടി ചാവിയെടുത്ത് തന്റെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. ഭദ്ര വേഗം നടന്ന് അവിടേക്ക് ചെന്നതും കൽപ്പന തിടുക്കത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ഭദ്രയെ കണ്ട കൽപ്പനയൊന്നും പരിങ്ങി. എങ്കിലും പെട്ടെന്ന് തന്നെ ആ പരിങ്ങിൽ മാറ്റി മുഖത്ത് ഗൗരവം വരുത്തിയവർ. ഏടത്തി എന്താ ഇവിടെ എന്റെ മുറിയിൽ? കക്കാമെന്നാണെന്നറിയാം, എങ്കിലും ചോദിക്കണല്ലോ. ഭദ്ര ചോദിച്ചു. അത് ഞാൻ നിന്നെ കാണാൻ എല്ലാവരെയും പൂജിക്കാനുള്ള ഏൽസ് വാങ്ങി വരാൻ ശശിയേട്ടൻ പറഞ്ഞു. നാളെ രാത്രിയോടെ പൂജ കഴിയല്ലോ അല്ലേ? ഞാനിപ്പോ നിന്നെ ഇതൊക്കെ ബോധിപ്പിക്കുന്നതിനാ? നിന്റെ മോളുടെ മുറിയിൽ വന്ന് ഞാൻ ഏൽസ് വാങ്ങണം? നീയൊക്കെ ആരാടി? ഇവിടുത്തെ കെട്ടില്ലമ്മയോ? വേണേ താഴെ വന്ന് അന്വേഷിക്കടി. അല്ലേ പിന്നെ? അതും പറഞ്ഞു വന്ന കാര്യം നടക്കാതെ തിരികെ പോയി കൽപ്പന. താഴെ ശശിധര അക്ഷമനായി കാത്തുനിന്നു. കിട്ടിയോടി വല്ലോ? ഗോവണിപ്പടി വേഗത്തിൽ ഇറങ്ങി വരുന്ന കൽപ്പനയെ നോക്കി ശശിധരൻ ചോദിച്ചു. കിട്ടി കുന്തം. അവള് മോളിൽ കയറി വരുന്ന നിങ്ങൾ കണ്ടില്ല മനുഷ്യ? കൽപ്പന ഈർഷ്യയോടെ ചോദിച്ചു. എന്റെ കണ്ണൊന്ന് പാടി. നീ കാര്യം പറടി, കിട്ടിയോ? ഞാൻ ഏറെക്കുറെ അരിച്ചു പെറുക്കി, ഒരിടത്തും ഇല്ല. അവള് മുറി പൂടി ചാവിയും കൊണ്ട് കാവിൽ വിളക്ക് വെക്കാൻ പോയത്. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് പൂട്ട് വീണില്ല. കൽപ്പന ഭദ്രയെ കളിയാക്കും പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മുടെ ഭാഗ്യോ? പൂട്ട് വീഴായിട്ട് നീ പോയി നിധിയും കൊണ്ടാണല്ലോ വന്ന്. അവിടെ ഒരു പ്രസംഗം. ശശിധരന്റെ അധിക്ഷേപിക്കൽ കൽപ്പനയ്ക്ക് രസിച്ചില്ല. നിങ്ങൾ എന്നെ അത്രക്കാൻ കൊച്ചായി കാണണ്ട. അതും പറഞ്ഞ് നെഞ്ചിൽ നിന്നും സാരി എളുപ്പം മാറ്റി ബ്ലൗസിന്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ താക്കോല് പുറത്തെടുത്ത് കൽപ്പന. ഇതവിടെ അലമാരിയിൽ നിന്ന് കിട്ടിയതാ. ആ മുറിയിൽ തന്നെ എവിടെയോ രഹസ്യറയുണ്ട്. അതിലാവും സ്വർണ്ണം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നാളെ ഞാനത് പൊക്കും, നിങ്ങൾ നോയിക്കോ. ഞൊടിയിടയിൽ ശശിധരൻ അത് കൈക്കലാക്കി. പിന്നെ നീ ഞൊട്ടും. കിട്ടിയത് കിട്ടി. ഇനി നിന്നെ എനിക്ക് വിശ്വാസമല്ല. കുറച്ചു ദിവസമായി ഞാൻ നിന്നൊരു കാര്യം ഏൽപ്പിച്ചിട്ട്. ഇനി ഞാനും നോക്കട്ടെ എന്നാ ചെയ്യാൻ പറ്റുകയെന്ന്. അയാൾ ആ താക്കോല് ഷർട്ടിന്റെ പോക്കറ്റിട്ട് ഉമ്മറത്തേക്ക് പോയി. അല്ലേ, പാലം കടക്കുന്നവരെ നാരായണ. പാലം കടന്നപ്പോ തന്തയിലേമ കാണിക്കുന്നോ? ഭർത്താവായി പോയി. ഇല്ലേരി ഇങ്ങനെ എന്നെ ഞാൻ തട്ടിയനെ. അതും പറഞ്ഞ് കൽപ്പന അടുക്കളയിലേക്ക് പോയി. രാവിലെ പ്രാതൽ കഴിക്കാൻ എല്ലാവരും മേശയുടെ മുന്നിൽ ഒത്തുകൂടി. മായയും ലാവണി രാവിലെ തന്നെ വന്നു. എല്ലാവരും ഇന്ന് ഇവിടെയാണ് തങ്ങുന്നത്. ശശിധരനും മുകുന്ദനും ദത്തനും മേശയുടെ ചുറ്റും ഇരിപ്പായി. ശശിധര, വലിയമ്പൂരികളുടെ ഭക്ഷണത്തേക്ക് എത്തിച്ചോ നീ? ഭാർഗവൻ നായർ സരോജിനിയുടെ കൈയും പിടിച്ച് അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. പിന്നെ കൊടുക്കാതെ? അവർക്ക് രാവിലെ തന്നെ കൊടുത്തു. ഭക്ഷണം ആദ്യം അവർക്കാണല്ലോ കൊടുക്കേണ്ടത്. നീലാംബരിയും ഭദ്രയും എവിടെയാ? ശശിധരൻ കൽപ്പനയോട് ചോദിച്ചു. രാവിലെ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് രണ്ടും കൂടി ഉടുത്തൊരുങ്ങി പോകുന്നാണ്ട്. ദേ എഴുന്നള്ളിയല്ലോ. കൽപ്പന പുച്ഛിച്ചു. വാതിൽ കടന്നു വരുന്ന ഭദ്രയും നീലാംബരിയും എല്ലാവരും മുഖമുയർത്തി നോക്കി. മുകുന്ദന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കാണാതിരുന്ന് കാണുമ്പോൾ പെണ്ണിന്റെ മാറ്റ് കൂടി വരുന്ന പോലെ തോന്നിയവന്. ഒരു പിങ്ക് സ്വർണ്ണക്കര ധാവണിയായിരുന്നു അവളുടെ വേഷം. മൊത്തം ഒരു പിങ്ക് മയം. നെറ്റിയിലെ ചന്ദനവും കുളിപ്പിന്നൽ കെട്ടിയ മുടിയും എല്ലാം കൂടി ഒരു അപ്സരസ് കടന്നു വരുന്ന പോലെ തോന്നിയവന്. നെറ്റിയിലെ കളഭത്തിന്റെ വരയല്ലാതെ യാതൊരു വിധത്തിലുള്ള ചമയങ്ങളോ ആ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാനില്ലായിരുന്നു. കാതിൽ പൊട്ടുപോലെ ഒരു കമ്മൽ, കഴുത്തിൽ നൂല് പോലെ ഒരു മാല, മൂക്കിലൊരു നീലക്കൽ മൂക്കുത്തി. അതുമാത്രം മതിയായിരുന്നു പെണ്ണിന്റെ തിളക്കം 10 മടങ്ങാക്കാൻ. വേഗത്തിൽ ഗോവണി കയറി പോകുന്നവനെ കൽപ്പന പുറകിൽ നിന്ന് വിളിച്ചു. എവിടെ പോവാടി? ഇറങ്ങടി താഴെ. സദാസമയം മണികളിൽ കയറി ചമഞ്ഞിരിക്കാൻ നിന്റെ മറ്റവരുണ്ട് അതിനകത്ത്. ഇങ്ങോട്ട് വന്ന് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി എടുത്തു കൊടുക്ക്. കെട്ടുപ്രായം തേഞ്ഞിരിക്കുന്ന പെണ്ണാ, കമിഴ് നടക്കുന്ന എല്ലാം നിവർത്തിയിട്ടുള്ള പെണ്ണ്. അതെങ്ങനെയാ? തള്ളയുടെ അല്ലേ മോള്? പണ്ട് മുതൽ ഇല്ലത്തമ്മ ചമഞ്ഞ ഇരുത്തം. കൽപ്പന പറയുമ്പോൾ നീലാംബരി മടിച്ച് അവിടേക്ക് വന്നു. അവൾക്കെന്തോ എപ്പോഴും അവരുടെ വാക്കുകൾ ഭയമാണ്. ദത്തനെയും മുകുന്ദനെയും മുഖത്ത് വഷളം ചിരി നിറഞ്ഞു. എന്നാൽ ശശിധരൻ കൽപ്പനക്കൊപ്പം തുള്ളാൻ തയ്യാറായി നിന്നു. മായയും ലാവണിയും അതിഥികളെ പോലെ ഇരുന്ന് മുഖത്തോട് മുഖം നോക്കി അടക്കി ചിരിച്ചു. കൽപ്പനെ, എന്തൊക്കെയാ നീ ഈ കുട്ടിയെ പറയണേ? അത് ജോലി സ്ഥലത്തു നിന്ന് കുറച്ചു ദിവസമായിട്ടല്ലേ ഉള്ളൂ ഇങ്ങടേക്ക് വന്നിട്ട്. സരോജിനി കൽപ്പനയോടായി പറഞ്ഞു. എത്ര ഓതി കൊടുത്താലും കിളവി മറുകണ്ണം ചാടും. മനസ്സിലായി ഓർത്തുകൊണ്ട് കൽപ്പന ഒച്ചയെടുത്തു. അമ്മ ഇതെന്തറിഞ്ഞിട്ടാ? ഇവളിങ്ങനെ ഒരുക്കി ചമച്ച് അമ്പലിറ്റിച്ച് നടത്തിയാൽ മതിയോ? വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയണ്ടേ? ഒരു കാപ്പി വെള്ളം തിളപ്പിക്കാൻ അറിയുമെന്ന് ചോദിക്ക്. അടുക്കളയിൽ ഒന്ന് കയറിയാൽ എന്താ ഇവൾക്ക്? ഭദ്രക്കറിയിൽ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. കാരണം നാളെ എന്റെ വീട്ടിലാ ഇവൾ കയറി വരാൻ പോകുന്നത്. പറഞ്ഞു കഴിഞ്ഞാണ് ഓർത്ത്. ഈ തറവാട് നീലാംബരിക്കായതുകൊണ്ട് മുകുന്ദനും നീലാംബരിയും വിവാഹം കഴിഞ്ഞാൽ ഇവിടെ താമസിക്കണമെന്നുള്ളതാണ് ഭാർഗവൻ നായരുടെ ഉത്തരവ്. തറവാട് വിറ്റു തുറക്കണമെന്നുള്ള തങ്ങളുടെ പ്ലാനൊന്നും അയാൾക്ക് അറിയില്ലല്ലോ.
അതൊക്കെ ഓർത്ത് പെട്ടെന്ന് തന്നെ കൽപ്പന തിരുത്തി. അല്ല, അതായത് കല്യാണം കഴിഞ്ഞാൽ മുകുന്ദൻ ഇവിടെ ഈ തറവാടി തന്നെയാണല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ച്. അപ്പൊ വല്ല വെച്ചുണ്ടായി കൊടുക്കാൻ അറിയണ്ടേ ഇവൾക്ക്? തുളസി ഇവിടെ ഉണ്ടല്ലോ കൽപ്പന. പ്രായം തികഞ്ഞ പെൺകുട്ടികളെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയാൻ പാടില്ല. ഇനി തല്ലുകയും വേണ്ട. ഒരു പ്രായം കഴിഞ്ഞാ അത് പിന്നെ അങ്ങനെയാ. ഭാർഗവൻ നായരുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാത്ത പോലെ നോക്കിയെന്ന് കൽപ്പനയും കൂട്ടരും. അത് മാത്രോ, ജോലിക്കെന്ന് പറഞ്ഞ് പോയിട്ട് മുകുന്ദൻ വിളിച്ചപ്പോ ഏതോ ഒരുത്തന്നെ ഇവിടെ ഫോൺ എടുത്ത് ചോദിച്ചപ്പോ ആക്സിഡന്റ് ആയി പോലും. കണ്ടോ മുഖത്തേക്ക് എന്തോ പാട്, എന്താണെന്ന് ആർക്കറിയാം? കൽപ്പന വീണ്ടും പറയാൻ തുടങ്ങിയതല്ലേ, അപ്പൊ പിന്നെ ജയിക്കണല്ലോ. പക്ഷെ ആ പറഞ്ഞതിന് ദത്തൻ കൽപ്പനയെ തുറിച്ചു നോക്കി. കൂടുതൽ അങ്ങ് മൂപ്പിക്കണ്ട എന്ന പോലെ. കുട്ടി ആശുപത്രിയിലെ ചീട്ടുകളൊക്കെ കാട്ടിയതല്ലേ, ഇനി അതിനെ ചൊല്ലിയൊരു തർക്കം വേണ്ട. വീണ്ടും ഭാർഗവൻ നായർ കൽപ്പനയെ തടയുകയാണ്. എവിടെയോ എന്തോ മാറ്റമുള്ള പോലെ. മുൻപൊന്നും ഇങ്ങനെയായിരുന്നില്ലല്ലോ. ശശിധരൻ ഓർത്തുകൊണ്ട് ദത്തനെ നോക്കി. സമാധാനിക്ക്, എല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന അർത്ഥത്തിൽ അയാൾ കണ്ണു ചിമ്മി. നീലാംബരി ചുറ്റും നോക്കി. ഭദ്രയെ കാണുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ കണ്ടു കയ്യിലൊരു പണപ്പെട്ടിയുമായി ഗോവണിപ്പടി ഇറങ്ങി വരുന്ന ഭദ്ര. കയ്യിലെ പെട്ടി കണ്ട് ശശിധരനെയും കൽപ്പനയുടെയും കണ്ണു പിഴിഞ്ഞു. അവർ മുഖത്തോട് മുഖം നോക്കി. കൽപ്പനയെ നോക്കി ശശിധരൻ പല്ലിറുമി. ഭദ്ര നേരെ ഭാർഗവൻ നായരുടെ അടുത്തുപോയി മേശപ്പുറത്ത് പണപ്പെട്ടി വെച്ചു. അയാളുടെ മുഖത്ത് യാതൊരു അതിശയവും ഉണ്ടായില്ല. അയാൾ തന്റെ ഭാര്യയെ നോക്കി പറഞ്ഞു, സരോജിനി, ഇന്നലെ രാത്രി ഭദ്ര എന്നോട് കാര്യം പറഞ്ഞു. നിനക്കറിയാലോ, എല്ലാ മാസവും ഞാൻ കൊടുക്കണ പൈസയെല്ലാം ചേർത്ത് വെച്ച് കുരുവി കൂടുകൂട്ടണ പോലെ ഭദ്ര നീലാംബരിക്ക് വേണ്ടി ഉരുപ്പടി ഒരുക്കിച്ച കാര്യം. അത് പറയുമ്പോൾ സരോജിനി എന്ന് മൂളി. പക്ഷെ നീല ഭദ്രയെ ഞെട്ടിലോടെ നോക്കി. ഭദ്രയൊന്നും മിണ്ടിയില്ല. ഒപ്പം കൽപ്പനയും ഞെട്ടിലോടെയാണ് സരോജിനിയെ നോക്കിയത്. കള്ളക്കിളവി, അപ്പൊ എല്ലാം മറച്ചു വെക്കാൻ തള്ളക്കറിയാം. ഒരു നിഴൽ പോലെ കൂടെ നടന്നല്ലേ, എന്നോട് പോലും. കൽപ്പന ഓർത്തുകൊണ്ടിരിക്കുന്നതിനെ ഭാർഗവൻ നായർ തുടർന്നു. ഇനി അത് അവള് തുടരണമെന്നില്ലാത്രേ. കയ്യിലുള്ളത് എന്നെ ഏൽപ്പിക്കാൻ പോകുന്നു. അതാ ഭദ്രയുടെ തീരുമാനം. ഭാർഗവൻ നായർ പറഞ്ഞവസാനിപ്പിച്ചു. കൽപ്പനയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. എന്തിനാ ഇപ്പൊ അച്ഛനെ ഏൽപ്പിച്ചിട്ട്? നീ നാട് വിട്ട് പോകുന്നുണ്ടോ? എന്തായാലും കല്യാണം കാണുമല്ലോ. ഇതൊക്കെ ഇവൾക്ക് അന്ന് അണിയാനുള്ളല്ലേ? കൽപ്പന പറയുമ്പോൾ ആരും തിരികെ മറുപടി പറയില്ലെന്നോർത്ത് അവർക്ക് അരിശം മൂത്തു. സരോജിനി മെല്ലെ മെല്ലെ ആ പണപ്പെട്ടി തഴുകിക്കൊണ്ട് തുറന്നു. കൈകൾ അതിനുള്ളിൽ പരതി. തുറന്ന പണപ്പെട്ടിയിൽ എല്ലാവരും എത്തി നോക്കി. കൽപ്പനയുടേതുൾപ്പെടെ മായുടെയും ലാവണ്യയുടെയും വരെ കണ്ണു മഞ്ഞളിച്ചു. പച്ചക്കല്ല് പതിപ്പിച്ച പാലയ്ക്കാമാല, അല്പം വീതിയുള്ള മുല്ലമുട്ടുമാല, ഇറക്കമുള്ള കാശിമാല, വീതി കുറഞ്ഞ 5 വളകൾ, മുത്തുകൾ പതിപ്പിച്ച ചെറിയൊരു ജിമിക്കി കമ്മൽ, നേർത്ത ചെയിനിൽ കുഞ്ഞുമണികൾ പതിപ്പിച്ച പാദസരം, പിന്നെ കുറച്ച് പണം. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. സരോജിനി ഓരോന്നായി കൈകളെടുത്ത് പരതുകയാണ്. അവരുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയാണ്. തന്റെ മകൾ അവളുടെ മകൾക്കായി ഇത്രയും നാൾ സൂക്ഷിച്ച കരുതൽ. ഭദ്രേ, മോളെ നീലാംബരി, ഇവിടെ വരിക. അവർ നീട്ടി വിളിച്ചു. ഭദ്രയെ അവരുടെ കയ്യിൽ പിടിച്ചു. നീല അടുത്തേക്ക് ചെന്നു. ആ പച്ചക്കൽ പാലയ്ക്കാമാല അവർ ഭദ്രയുടെ കയ്യിൽ കൊടുത്തു. ഒപ്പം 2 വളകളും ആ ജിമിക്കി കമ്മലും പാദസരവും. കുട്ടിയെ അണിയിക്കുക, ബാക്കിയൊക്കെ എന്റെ കയ്യിലിരിക്കട്ടെ. പണ്ടെങ്ങോ നീ പണി കഴിപ്പിച്ചു കൊടുത്ത ആ നൂലല്ലേ ഉള്ളൂ കുട്ടിയുടെ കഴുത്തില്. അവരത് പറയുമ്പോൾ ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ മനസ്സിലുള്ളതാണ് അമ്മ പറഞ്ഞത്. അല്ലാതെ താനൊരാൾ വിചാരിച്ചാൽ മാത്രം ഒന്നും ഇവിടെ നടക്കില്ല. കേൾക്കേണ്ട താമസം ഭദ്ര അവളെയും കൊണ്ട് ഗോവണിപ്പടികൾ ഓടിക്കയറി. ഇന്ന് രാത്രി പെണ്ണിനെ വലിയ പൊരിക്ക് എറിഞ്ഞു കൊടുക്കാനുള്ളതാ. ഓർക്കുമ്പോ പേടിയാവുക. നിന്റെ മനസ്സിൽ വല്ല ബുദ്ധിയും തോന്നുന്നുണ്ടോ ദത്താ? ശശിധരൻ ആധിയോടെ ചോദിച്ചു. ഉച്ചകഴിഞ്ഞ് പറമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ശശിധരൻ. ദത്തനൊരു തിട്ടയിലായി പല്ലിൽ കുത്തി ഇരിപ്പുണ്ട്. ആളിയൻ എന്തായി പറയുന്നേ? ഞാൻ എന്ത് ബുദ്ധി പറഞ്ഞു തരാനാ? നിങ്ങളെല്ലാം മേൽമംഗലം പോയി അയാളോട്ട് സംസാരിച്ച് കരാറുറപ്പിച്ചത്. എന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ദത്തൻ ചെറിയൊരു ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, ശരിയാണ്. പക്ഷെ ആ പെണ്ണിനെ എന്ത് പറഞ്ഞ അകത്തേക്ക് അയക്കുക? വല്യമ്പൂരി പൂജ കയറുമ്പോൾ എന്നോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചതാ. അതിലൊരു ഭീഷണി സ്വരം ഞാൻ അറിഞ്ഞാതത്താ. പെണ്ണിനെ ചാത്തിന് ദക്ഷിണയായിട്ട് കൊടുത്താൽ മാത്രമേ ചെയ്ത പൂജക്കുള്ള ഫലം ലഭിക്കുള്ളൂ എന്ന്. എല്ലാവരുടെയും പക്കലുള്ള മന്ത്രിച്ച രക്ഷ നീലാംബരിയുടെ കയ്യിൽ കൊടുത്തു വിടാനാ അദ്ദേഹം പറഞ്ഞു. ശശിധരൻ പറയുമ്പോൾ ദത്തൻ ഉറക്കെ ചിരിച്ചു. അയ്യോ, അനിരുദ്ധന്റെ ഓരോരോ തന്ത്രങ്ങളെ. പെണ്ണിനെ അയാൾക്ക് കൊണ്ടുപോയി ഒറ്റക്കങ്ങ് സുഖിക്കാൻ കുട്ടിച്ചാതനെ കൂട്ടുപിടിക്കുന്നു. കൊള്ളാം, വേഗം രക്ഷയും കൊണ്ട് പറഞ്ഞേക്കും പെണ്ണിനെ. അയാൾ വീണ്ടും ചിരിച്ചു. മതി, നിന്റെ ഈ കൊലച്ചിരി നിർത്ത്. പറഞ്ഞേക്കും ഞാൻ അവളെ. ആ നീലാംബരിയെ വല്യമ്പൂരിയോ ചാത്തനോ ആരാവട്ടെ, എനിക്കതൊന്നൊരു പ്രശ്നമില്ല. പക്ഷെ ഭദ്ര കാണാൻ രാത്രി നീലാംബരി എങ്ങനെ? അതാ എനിക്കൊരു എത്തുംപിടിയും കിട്ടാത്തത്. 2 മുറിയിലാ കിടക്കാറുള്ളത്. അതിനാണോ പ്രയാസം? കുടുംബത്തിലെ കന്യകയായ പെണ്ണ് ഏലസുകളും കൊണ്ട് പൂജയിൽ പങ്കെടുക്കണമെന്നൊരു ചടങ്ങുണ്ടെന്നോ മറ്റോ പറയണം. അല്ല പിന്നെ എന്റെ തത്ത, ഇതേതായി പുതിയ ചടങ്ങ്? മുമ്പൊന്നുമില്ലാത്ത ഈ ചടങ്ങ് ഇപ്പൊ പെട്ടെന്നങ്ങ് പൊട്ടിമുളക്കോ? എല്ലാവരും അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? സമാധാനം ഞാൻ പറഞ്ഞാൽ മതിയോ? പുറകിൽ നിന്ന് കൽപ്പനയുടെ ശബ്ദം. പറ, സമാധാനം ഞാൻ പറഞ്ഞാൽ മതിയോന്ന്. ഇടുപ്പിൽ കൈകുത്തി അങ്ങനെ നിൽപ്പാണ് കൽപ്പന.
നീ എന്താ പറഞ്ഞു വരുന്നത്? തെളിച്ചു പറയടി. ശശിധര അവർക്കടുത്തേക്ക് വന്നു. ഏലസും കൊണ്ട് ഞാൻ പോവാം. എന്താ വേണേ ലാവണിയോ മായ കൂടെ കൂട്ടാം. ഒപ്പാ ഒരുമ്പെട്ടോളി. എന്നിട്ട് അവളവിടെ കൊടുത്തിട്ട് ഞങ്ങളുടെ രണ്ടാൾ തിരികെ വന്നാ പോരെ. കൽപ്പന രണ്ടാളെയും മാറി മാറി നോക്കി ചിന്തയിലാണ്. അവർ തുടർന്നു. വേണമെങ്കിൽ നിങ്ങളുടെ കുരുടി അമ്മയെ കൊണ്ട് ഞാനൊരു കളിയും കളിക്കും. കിളവിക്ക് നീലാമ്പരിയോടത്ത് കിടക്കണമെന്ന് പറയിക്കാം. എനിക്കത് വെറും നിസ്സാരം. അപ്പൊ അവൾ താഴെ അമ്മയുടെ കൂടെ ആ മുറി കിടക്കും. അവിടുന്ന് അവളെ പൊക്കെ എളുപ്പല്ലേ? ക്രൂരമായ ചിരിയോടെ കൽപ്പന പറഞ്ഞു നിർത്തി. കൊല മുടിയാനൊരു പെണ്ണ് മതി. ഈ താളി ആ പെൺബുദ്ധി എന്നൊക്കെ പറയുന്നത്. എനിക്കെന്റെ പെങ്ങളിൽ അഭിമാനം തോന്നുന്നു കൽപ്പനെ. നീയാണിടി യഥാർത്ഥ പെണ്ണ്. ദത്തൻ അട്ടാസിക്കും പോലെ പറഞ്ഞു. മൂവരിലെ ഒരു ക്രൂരമായ പുഞ്ചിരി നിറഞ്ഞു. കാലാവസ്ഥ പെട്ടെന്നാണ് മാറി മറിഞ്ഞത്. കാറ്റും കോളും മിന്നലും. പെട്ടെന്ന് ചാറ്റൽ മഴയും തുടങ്ങി. പറമ്പിലൂടെ ഓടി മൂവരും തറവാട്ടിലേക്ക് കയറി. ഭദ്രയോടൊപ്പം കാവിലേക്ക് പോയതാണ് നില. പക്ഷെ പെട്ടെന്ന് അവൾക്ക് ചെറിയൊരു തലചുറ്റൽ പോലെ തോന്നി. തിരികെ മുറിയിൽ പോകാൻ ഭദ്ര പറഞ്ഞപ്പോൾ അവൾ മുകളിൽ തന്നെ മുറിയിൽ വന്നതാണ്. മുറി അടച്ച് കുറ്റിയിട്ട് അവൾ തന്റെ അലമാരക്കുള്ളിൽ ഒളിപ്പിച്ച കുഞ്ഞു ബാഗ് കയ്യിലെടുത്തു. അവരിൽ നിന്നും ഫോൺ കയ്യിലെടുത്തു. വാട്സാപ്പിൽ കാവ്യയുടെയും കിരണിന്റെയും മെസ്സേജ് വന്ന് കിടക്കുന്നു. മോള് ഓക്കെ അല്ലേടാ? കിരണാണ്. നീ പോത്തെ, നീ ചത്തോ? കാവ്യാണ്. അവളിൽ നേരത്തെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സുഖമാണെന്ന് റിപ്ലൈ ഇരുവർക്ക് അയച്ച് ഫോൺ തിരികെ വെക്കാൻ ബാഗിൽ കൈ കടത്തിയപ്പോൾ എന്തോ ഒന്ന് കയ്യിൽ തടഞ്ഞു. വളരെ ചെറിയൊരു ഗോൾഡൻ കളർ പൗച്ച്. അതിന് മുകളിൽ ചെറിയൊരു സിപ്പ്. ഇതാരും തന്റെ ബാഗിൽ വെച്ച് വല്ലാത്തൊരു നെഞ്ചിരിപ്പോട് അവൾ തുറന്നു. ഒരു കിറ്റ്കാറ്റ് ചോക്ലേറ്റ്, പിന്നെ ചെറിയൊരു യെല്ലോ കളർ നോട്ട് പാഡ് പേപ്പർ. രണ്ടായി ഫോൾഡ് ചെയ്ത് ആ പേപ്പർ അവൾ ഓപ്പൺ ചെയ്തു. അതിൽ റെഡ് കളർ പേൻ കൊണ്ട് എഴുതിയിരിക്കുന്ന വരികളിൽ അവൾ കണ്ണോടിച്ചു. When you need me, it's not enough to just think about me. I am not Dracula. So, call me when you need me. Jan. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പേരും താഴെ ഒരു ഫോൺ നമ്പർ. അവൾ പെട്ടെന്ന് അവളുടെ ഫോൺ എടുത്ത് ആ നമ്പർ ഫോണിൽ സേവ് ചെയ്തുകൊണ്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. ആ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് വേഗത്തിൽ പ്രൊഫൈൽ പിക്ക് ഓപ്പൺ ചെയ്തു. കാല് പിണച്ച് വെച്ച് കൈയും കെട്ടി പെൻസിൽ ചാരി നിൽക്കുന്ന ജാനിന്റെ ഫോട്ടോ തെളിഞ്ഞു. ഒരു വൈറ്റ് കളർ ഷർട്ടും ബ്ലാക്ക് പാനും ബ്ലാക്ക് ഷൂവുമാണ് വേഷം. ഒന്ന് വിതുമ്പിപ്പോയി അവൾ. തനിക്കായി ആരോ ഉള്ള പോലെ, മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തൊരു തോന്നൽ. ആ ശബ്ദമൊന്ന് കേൾക്കാൻ കൊതിയാവുന്നു. പെട്ടെന്ന് അവളുടെ മുഖം വാടി. വേണ്ട, ചിലപ്പോൾ തന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള കുറ്റബോധം കാരണം നമ്മളെന്നാവും. സാറ് കാരണം എനിക്കിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി കാണും. അല്ലാതെ എന്താണ്? ഒന്നുമില്ല. പെട്ടെന്നാണ് ആരോ വാതിൽ മുട്ടിയത്. വേഗത്തിലെല്ലാം ഒളിപ്പിച്ച് അവൾ അലമാര പൂട്ടി ഓടിപ്പോയി വാതിൽ തുറന്നു. ലാവണ്യാണ്. മുഖത്ത് മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത നിറഞ്ഞ ചിരി. ഒപ്പം നിലയുടെ കഴുത്തിലും ചെവിയിലും കണ്ണുകൾ പായിച്ചു ലാവണ്യ. ആ പാറയ്ക്കാമാലയിലും ജിമിക്കി കമ്മലിലും നീലാംബരിയുടെ സൗന്ദര്യം ജ്വലിച്ച് നിൽക്കുന്നു. നുരഞ്ഞു പൊന്തി അസൂയ മനസ്സിലൊളിപ്പിച്ച് നിറഞ്ഞ ചിരിയോടെ ലാവണ്യ പറഞ്ഞു. നില, നിന്നെ മുത്തശ്ശി വിളിക്കുന്നു. നിലയുടെ കണ്ണുകളൊന്ന് കൂർത്തു. എന്തോ പന്തിയേട് തോന്നിയെങ്കിലും മുറിയടച്ചവൾ താഴേക്ക് ഇറങ്ങി. കാലിൽ പുതുതായി അണിഞ്ഞ അവളുടെ സ്വർണ്ണക്കൊലിസിന്റെ നേർത്ത കൊഞ്ചൽ കേൾക്കുന്നുണ്ടായിരുന്നു. താഴെ തനിക്കായി ഒരുങ്ങുന്ന കെണിയറിയാതെ അവൾ ഗോവണിപ്പടികളൊന്നായി ഇറങ്ങി. എവിടെ വന്നോ മുത്തശ്ശിയുടെ നീലാംബരിക്കുട്ടി? നോക്കട്ടെ, ആഭരണങ്ങളെല്ലാം അണിഞ്ഞോ നീയെ? സരോജിനി അന്തർജന ചോദിക്കുമ്പോൾ അടുത്തുനിന്ന ഭദ്രൻ നിലയെ നോക്കി. ഇട്ടു മുത്തശ്ശി, ദേ നോക്കി. അതും പറഞ്ഞ് നില അവരുടെ കൈ പിടിച്ച് മാലയിലും കമ്മലിലൊക്കെ തൊട്ട് കാണിച്ചു. ഇത് കാണാനാണോ മുത്തശ്ശി വിളിപ്പിച്ച്? അവൾ ചോദിച്ചു. അല്ല മോളെ, എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. കുട്ടി ഇവിടെ ഇരിക്കുക. നില സരോജിനിയുടെ അരികിലേക്ക് കട്ടിലിരുന്നു. ഓരോന്ന് കേൾക്കുമ്പോൾ പേടിയാ എനിക്ക് കുട്ടിയെ. നിന്റെ വിവാഹം വരെ ഒന്ന് സൂക്ഷിക്കണത് നല്ലതാ. നിന്നെ ഓർത്താ എനിക്ക് എന്നും ആദി, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം. ഇന്ന് കുട്ടിൻ്റെ ഒപ്പം കിടക്കുമോ? ഇവിടെ ആവുമ്പോൾ മുത്തശ്ശനുണ്ടല്ലോ. മുറിയുടെ ഒരു കോളിൽ നിന്ന കൽപ്പന ചെറുതായി ഒന്ന് ചിരിച്ചു. ഒരു ചെറിയ കൊലച്ചിരി. അവരുടെ പുറകിൽ നിന്ന് ലാവണിയിൽ ഒരു വിജയച്ചിരി മിന്നി മറഞ്ഞു. പൂജക്ക് വന്നവരിൽ ചിലർക്ക് നീലാംബരിയിൽ ഒരു കണ്ണുണ്ടെന്നും ഭദ്രയുടെ കൂടെ പെണ്ണ് കിടക്കുന്ന അത്ര സുരക്ഷിതമല്ലെന്നും കൽപ്പന ആ വൃദ്ധയോട് പറഞ്ഞിരുന്നു. പൂജയുടെ അവസാന ദിവസമായതുകൊണ്ട് പല അനർത്ഥങ്ങളും സംഭവിക്കാമെന്നും അവരെ കൽപ്പന തെറ്റിദ്ധരിപ്പിച്ചു. തെറ്റിദ്ധാരണയായിരുന്നില്ല, സരോജിനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാഴ്ചയില്ലാത്ത തന്റെ കന്യകാത്വം പൂജയുടെ മറവിൽ കവർന്നെടുത്ത അനിരുദ്ധന്റെ അച്ഛൻ നമ്പൂതിരിയുടെ മുരൾച്ച ഇന്നും കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഇതും ഒരു ആചാരം പോലും, അതും തലമുറകളായി കൈവന്നതാണത്രേ. പക്ഷേ കുരുടിയായതിന്റെ പേരിൽ വിവാഹം നടക്കാത്ത തറവാട്ടിൽ താൻ എന്നേക്കുമായി കഴിയേണ്ടി വരുന്ന ഭയത്താൽ ആ പൂജയ്ക്ക് താനും മൗനാനുവാദം കൊടുത്തിരുന്നില്ലേ? അതെ, തന്റെ അറിവും സമ്മതവും അന്നത്തെ വല്യമ്പൂരിക്ക് സഹായകമായിരുന്നു. പക്ഷെ തന്റെ മകൾ ഭദ്രയെ തേടി ആ ദുർവിധി വന്നിട്ടില്ല. അവളെ തേടിയെത്തിയത് അതിലും വലുതായിരുന്നു. അതൊക്കെ ഓർത്തിട്ടാവണം ആ വൃദ്ധയെ എളുപ്പത്തിൽ പാട്ടിലാക്കാൻ കൽപ്പനയ്ക്ക് സാധിച്ച്. അല്ലെങ്കിലും പണ്ട് മുതലേ സ്നേഹം നടിച്ച് ഓരോന്ന് ഓതിക്കൊടുക്കൽ പതിവാണ് കൽപ്പനയ്ക്ക്. സരോജിനിക്ക് അത് വേദവാക്യമാണ്. എങ്കിലും നില ഭദ്രയാണ് നോക്കിയത്. ഭദ്ര പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു ചെമ്മി. തന്റെ അമ്മയുടെ മുറിയിലല്ലേ? ഇവിടെ 2 കട്ടിലുണ്ട്. അച്ഛൻ മറ്റൊരു കട്ടിലാണ് കിടക്കുന്നത്. പ്രായമായ അമ്മയുടെ ആദ്യം ആഗ്രഹമാണ് അവർ പറഞ്ഞെന്നാണ് ഭദ്രയും നിലയും കരുതിയത്.
അത്താഴം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി. മുകുന്ദനെ നിർബന്ധിച്ച് വീട്ടിൽ പറഞ്ഞയച്ചു ശശിധരൻ. ശശിധരൻ ദത്തൻ ഉമ്മറത്ത് കാത്തിരുന്നു. ചെന്നായ്ക്കളെ പോലെ തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സൂചനയും കാത്ത് കൽപ്പന ചുറ്റും കണ്ണോടിച്ചു. സമയം നോക്കി. മണി 11 കഴിഞ്ഞു. നീലാംബരിയുടെ സമയം അടുക്കാറായിരിക്കുന്നു. ഒന്നും അറിയാതെ മുത്തശ്ശിക്കൊപ്പം ഉറങ്ങുകയാണവൾ. ലാവണിയൻ തന്റെ ഊഴം കാത്തിരുന്നു. കയ്യിൽ പൊതിഞ്ഞു പിടിച്ച കുറെ ഏലസുമായി കൽപ്പന ഉമ്മറത്തേക്ക് ചെന്നു. നിന്റെ ഒപ്പം ആരാ വരുന്നത്? ശശിധരൻ കൽപ്പനയോട് ചോദിച്ചു. വല്ലാത്തൊരു ചോദ്യം. ലാവണ്യ, അവളോട് ഞാൻ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞു. പെണ്ണിന് ഇതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഉണ്ടോ? എല്ലാവരുടെയും ഏലസത്തിലുണ്ട്. നീലാംബരിയുടെ ഏലസ് കിട്ടിയിട്ടില്ല. ഭദ്രയോട് ഞാൻ കിട്ടിയെന്നാ കള്ളം പറഞ്ഞു. അല്ലെങ്കിൽ ആ പേരും പറഞ്ഞ് അവളെങ്ങാൻ ഇറങ്ങി വന്നാലോ? കൽപ്പന പറയുമ്പോൾ ദത്തനൊന്ന് ഊറിച്ചിരിച്ചു. അതിനി വേണ്ട, വലിയ പൂരി അഴിച്ചെടുത്തോളൂ. അങ്ങേരുടെ വിശേഷാൽ പൂജ കഴിഞ്ഞ് തിരികെ കെട്ടിയും കൊടുക്കും. പേടിയുണ്ടോടി നിനക്ക്? ശശിധരൻ കൊഞ്ചലോടെ കൽപ്പനയുടെ തോളിൽ കൈ ചേർത്ത്. ഒരു ദുഷ്ടന്റെ കരുതൽ. പേടിയെന്തിനാ? ഒരു വാതിലപ്പുറം നിങ്ങൾ കാണില്ലേ? അവൾ ആ മുറിയിൽ തള്ളിയിട്ടിട്ട് ഞാൻ ലാവണിയെ ഓടും. അത്ര തന്നെ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളണം. കൽപ്പന പറയുമ്പോൾ ശശിധരൻ ഒരു വഷളം ചിരി ഇരിച്ചു. അതൊക്കെ ഞാൻ ഏറ്റു. ആരെങ്കിലും ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല. അല്ലെങ്കിലും ആര് ചോദിക്കാനാ? ഭദ്ര ചോദിക്കാൻ വന്നാൽ നല്ല ആട്ടു വെച്ചു കൊടുക്കും ഞാൻ. ഇളവിനെയും കിളവിയുടെയും മുറിയുന്ന ആരോപണിയെ പിടിച്ചുകൊണ്ട് പോയി. കാര്യം കഴിഞ്ഞാൽ കൊല്ലാതെ ആ കാവിൻ്റെ അകത്ത് കൊണ്ടിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ പൂരി ഏറ്റു എന്നാ പറഞ്ഞത്. അപ്പം മുകുന്ദൻ അവനോടൊന്ന് സമാധാനം പറയളിയാ? ദത്തൻ ചോദിക്കുമ്പോൾ ശശിധരൻ ചുണ്ടൂർപ്പിച്ചു. ഇരുകൈകളും പുറകിൽ കെട്ടി ഉമ്മറത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അയാൾ. പെണ്ണിനാരോ പേഴ്പ്പിച്ചു എന്ന് പറയും. അങ്ങ് എറണാകുളത്തുനിന്ന് ആരെങ്കിലും അവൾ വിളിച്ചു വരുത്തിയെന്നോ മറ്റോ പറയാം. തള്ളയെപ്പോലെ മോളും അതാവും വിശ്വസിച്ചോളും. പിന്നൊരു കാര്യം, പെണ്ണിനെ പിന്നെ കുറേ കാലത്തേക്ക് പുറത്തോട്ടൊന്നും വിടരുത്. അകത്ത് പോയ ഏത് കോലത്തിലാ പുറത്തേക്ക് വരുന്നതെന്ന് അറിയില്ല. ഉയരുണ്ടായാൽ മതിയായിരുന്നു. മാത്രമല്ല എപ്പോഴും ഒരു കണ്ണ് വേണം. ആരോടെങ്കിലും പറയോ വല്ല കടുങ്കയോ മറ്റോ ചെയ്താലേ. ശശിധരൻ പറഞ്ഞിരുന്നില്ല. ദത്തൻ തടഞ്ഞു. കടുങ്കൈ ചെയ്തെന്താ? സ്വയം ചത്ത അത്രയും നല്ലത്. ആര് ചോദിക്കാൻ വരാനാ? നീ പറഞ്ഞ പോലെ പെണ്ണ് വിഴച്ചു പോയി. അവൾ സ്വയം ജീവനൊടുക്കി, അത്ര തന്നെ. പിന്നെ അവള് പോയി ആരോടെങ്കിലും പറയാതെ സൂക്ഷിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ശരിയാ. തൽക്കാലം ഇനി ആ ജോലിക്ക് വിടണ്ട. ഇനിയിപ്പോൾ പൂജ കഴിഞ്ഞ അവളുടെ കാര്യം ഏകദേശം തീരുമാനമാവും. അതിനനുസരിച്ച് അടുത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താ? പെട്ടെന്നാണ് വളരെ നേരത്തെ ഒരു പാദസരത്തിന്റെ കിൽക്ക് എല്ലാവരും കേട്ടത്. ഒമ്മലത്തുനിന്ന് എല്ലാവരും അകത്തേക്ക് കയറി. അടുക്കള വാതിൽ വഴി നടന്നു വരികയാണ് നീലാംബരി. എല്ലാവരും ഞെട്ടി. പക്ഷെ അവൾ മുഖം കുനിച്ച് നടന്നു. എവിടെ പോയതാടി? കൽപ്പന പതിഞ്ഞ ശബ്ദത്തിൽ പല്ലിറമിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ബാത്റൂമിൽ പോയതാ. അതും പറഞ്ഞ് അവൾ ഗോവണി കയറാൻ തുടങ്ങിയതും കൽപ്പന പുറകെ ഓടിച്ചെന്ന് വീണ്ടും പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. എവിടെ കയറി പോവാടി? നിന്നോട് അമ്മയുടെ മുറി കിടക്കാനല്ലേ പറഞ്ഞ്? അത് എനിക്ക്... നീലാംബരി എന്തോ പറയാൻ തുടങ്ങിയതും ദൂരെ നിന്നൊരു കൊട്ടി കേട്ടു. തടിയിൽ എന്തോ വെച്ച് തട്ടും പോലെ 3 വട്ടം. അതൊരു സൂചനയായിരുന്നു. മതി ചോദ്യം മറിച്ചിലൊക്കെ. നീ ആ ഏലസുകൾ അദ്ദേഹത്തിന് കൊണ്ടുകൊടുക്കാൻ നോക്ക് കൽപ്പനയെ. കൽപ്പനയോട് ശശിധരൻ ദേഷ്യത്തോടെ പറയുന്നതായി അഭിനയിച്ചു. പറഞ്ഞു പഠിപ്പിച്ച പോലെ ലാവണ്യ അവിടേക്ക് എത്തി. എല്ലാം കേട്ടുകൊണ്ട് ഉറങ്ങാതെ ഒരു കള്ളിയെപ്പോലെ പതുങ്ങിയിരിപ്പായിരുന്നവൾ. ചെയ്യാൻ പോകുന്ന ചതിയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയാത്തവണ്ണം വിഷം നിറഞ്ഞ മനസ്സും ബുദ്ധിയുമായി അവൾ ദുഷ്ടക്കൂട്ടങ്ങൾക്ക് ഒത്താശ ചെയ്തു. അപ്പച്ചി, ഞാനും വന്നിട്ട് കൂടെ? ആദ്യപടി എന്നോണം ലാവണ്യ അഭിനയിച്ചു. പിന്നെന്താ, നീയും പോന്നോ? നമ്മൾ ഒറ്റക്കല്ലല്ലോ. ശശിയേട്ടൻ നിന്റെ അച്ഛനൊക്കെ ഇല്ലേ? വേണിതേ ഈ ആസത്തിന് കൂടെ വിളിച്ചോ? സാധാരണ എന്നോണം കൽപ്പന പറഞ്ഞു. എനിക്ക് ആ താമരക്കുളന്ന് കണ്ടാൽ മാത്രം മതി. ലാവണ്യ സന്തോഷത്തോടെ തുള്ളിച്ചാണി തകർത്ത് അഭിനയിച്ചു. ഡീ നില, നീ വാ. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, പിന്നെ ഒരു കൂട്ട്. ഇവരൊക്കെ ഏലസ് കൊടുക്കാൻ പോകുമ്പോൾ ആ താമരക്കുളം കാണാൻ നേരം നീയും കാണില്ല ഒരു ധൈര്യത്തിന്. അതോർത്ത് വിളിച്ചാ. ആ മായ കട്ടിലണ്ട ശവ. ഇല്ലേലും അവളെയും കൂടെ കൂട്ടായിരുന്നു. നിറയെ താമരപ്പൂക്കൾ പൂത്തു നിറഞ്ഞിരിക്കുന്ന വശ്യമനോഹരിയായ കുളം കാട്ടിയാണ് നീലാംബരിക്ക് അവൾ കെണിയൊരുക്കിയത്. താമരക്കുളം എന്ന് കേട്ടപ്പോൾ നീലാംബരിയിൽ ഒരു ചാഞ്ചാട്ടമുണ്ടായി. ഒളിഞ്ഞും മറിഞ്ഞും മാത്രം ഇത്രയും കാലം കണ്ട ആ താമരക്കുളം എന്ന് നേരെ കാണാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ കൽപ്പന അമ്മായിയുടെ വക അടിയും വഴക്കും ഉറപ്പാണ്. പക്ഷെ ഇപ്പോൾ അവൾക്ക് തീരെ വയ്യായിരുന്നു. ഞാനില്ല, എനിക്ക് നല്ല സുഖമില്ല. എന്ത് കുരുവാടി നിനക്ക്? ഈ കൊച്ചു അത്രയും പറഞ്ഞ് വിളിച്ചിട്ട് അവിടെ ഒരു അഹങ്കാരം നോക്കിയ ശശിയേട്ടാ. നിന്നെ ഇനി തൊഴനോടി അഹങ്കാരി. കൽപ്പന കിടന്ന് തുള്ളി. അപ്പോഴും ആരും കേൾക്കാതിരിക്കാൻ അവർ ഒച്ചവർക്കാൻ ശ്രമിച്ചു. എത്ര എതിർത്താലും വലിച്ചഴച്ചാലും അവൾ അവർ കൊണ്ടുപോകും. നീലാംബരി മടിച്ചു മടിച്ച് നിൽക്കുന്ന കണ്ടതും ശശിധരന് ദേഷ്യം വന്നു. എല്ലാവരും ഒന്ന് വരുന്നുണ്ടോ? ഏലസിന് വേണ്ടി അവർ കാത്തിക്കുക. അതും പറഞ്ഞാൽ നീലാംബരിയെ തറപ്പിച്ച് നോക്കി. പിന്നെ അവളൊന്നും നോക്കിയില്ല. പതിയെ അവർക്ക് പുറകെ നടന്നു. അവൾ പദ്ധതി വിജയിച്ച സന്തോഷത്തിൽ മറ്റുള്ളവർ കുടില നിറഞ്ഞ പുഞ്ചിരിയോടെ മുന്നേ നടന്നു. നീലാംബരിക്ക് എന്ത് സംഭവിക്കും? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.